തൃശൂരിൽ അതിഥി തൊഴിലാളി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. തലക്കേറ്റ ആഘാതമാണ് മരണത്തിന് കാരണം. ശരീരം 9 കഷ്ണങ്ങളായി മുറിഞ്ഞു. മുഖത്തിന്റെ ഇടതുവശം ഇടിച്ചാണ് വീണതെന്നാണ് നിഗമനം. അതേസമയം പ്രതി രജനീകാന്ത് രണജിത്തിനെ സംഭവം നടന്ന റെയിൽവേ ട്രാക്കിനടുത്തെത്തിച്ച് തെളിവെടുത്തു. സൂരജ് ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. സൂരജ്, പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്തൊക്കെയാണ്? തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ പ്രതിയെ എപ്പോഴാണ് ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക? ഗൂഗിൾ ഈ വിനോദിനെ പ്രതി പുറകിൽ നിന്ന് തള്ളിയിടുകയായിരുന്നു. പക്ഷേ ഇടതുവശത്തെ മുഖമിടിച്ചാണ് വീണത് എന്നുള്ളതാണ് ഈ പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് വലിയ രീതിയിൽ ഈ ആഘാതമേറ്റിട്ടുണ്ട്. അതും ഈ മരണത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ. 9 കഷ്ണങ്ങളായി ശരീരം മുറിഞ്ഞു എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം ഈ റെയിൽവേ ട്രാക്കിലേക്ക് വീണതിന് ശേഷം എതിർവശത്തെ ട്രാക്കിലൂടെ വന്ന ഒരു ട്രെയിൻ കൂടി ഈ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയിരുന്നു. അങ്ങനെയാണ് ഈ 9 കഷ്ണങ്ങളായി ശരീരം മുറിഞ്ഞത് എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തയ്യാറാക്കിയ മഹസറിൽ 8 കഷ്ണങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ 8 ഭാഗങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് രൂപപ്പെട്ടതാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം വൈകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 9 ഭാഗങ്ങളായി ശരീരം മുറിഞ്ഞു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. അതേസമയം പ്രതിയെ ഈ സംഭവം നടന്ന റെയിൽവേ ട്രാക്കിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഈ റെയിൽവേ ട്രാക്കിന് സമീപം എത്തിച്ച് അവിടെ നിർത്തിക്കൊണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് വിവരിക്കുകയായിരുന്നു. കാരണം ഈ കാലിന് പരിക്കുള്ളത് കൊണ്ട് തന്നെ ഈ രജനീകാന്തയെ ഈ റെയിൽവേ ട്രാക്കിലേക്ക് ഇറക്കാൻ സാധിച്ചിരുന്നില്ല. ഈ പാലത്തിന്റെ ഉയർന്ന ഭാഗത്ത് നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് പോലീസ് ചോദിച്ചു. അത് കൃത്യമായി പറയുകയും ചെയ്തു. 5 മിനിറ്റ് നേരം മാത്രമാണ് അവിടെ ചിലവഴിച്ചത്. തൊട്ടു പിന്നാലെ പോലീസ് സംഘം ഈ രജനീകാന്തയുമായി മടങ്ങുകയും ചെയ്തു. സമയത്തിനകം ഈ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം ഈ രജനീകാന്തയെ കോടതിയിൽ ഹാജരാക്കും. തൃശൂർ മജിസ്ട്രേറ്റിന്റെ മുന്നിലായിരിക്കും ഹാജരാക്കുക. ഗൂഗിൾ ശരി, ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളാണ് സൂരജ് സജി പങ്കുവച്ചത്.